അർജുന അശോകൻ എപ്പോഴും പൊളിയല്ല, അത് നമുക്ക് വ്യത്യാസമില്ലല്ലോ. ആളെന്ത് അഭിനയിച്ചാലും അത് ആ റിയാലിറ്റി ആയിട്ട് തന്നെ അഭിനയിക്കുള്ളൂ. എന്തുണ്ടെങ്കിലും ആ ഒരു ക്യാരക്ടറായിട്ട് തന്നെ ആൾ അഭിനയിക്കാറുള്ളൂ. പിന്നെ മുബി ഇപ്പൊ സ്റ്റാർട്ടിങ് ആണ്, അവന്റെയും അഭിനയം അടിപൊളിയായിരുന്നു. പ്രതീക്ഷിച്ചില്ല, മീൻസ് ഞാൻ ഇടയ്ക്കാണെങ്കിൽ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു, അപ്പൊ അത് കണ്ടിട്ടുള്ളതാണ്. എല്ലാവർക്കും കോമഡി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ സെക്കൻഡ് ഹാഫ് തൊട്ടാണ് കോമഡികളുള്ളത്. മീൻസ് ഓവർ കോമഡി അല്ലെങ്കിലും നമുക്ക് കാണാൻ കുറച്ച് ബോറൊന്നും അടിക്കില്ല കേട്ടോ. എല്ലാം അടിപൊളിയാണ്. സ്റ്റാർട്ടിങ് തൊട്ടേ നമുക്ക് എല്ലാവർക്കും കാണേണ്ട ഒരു സിനിമയാണ്. ഫാമിലീസ് മസ്റ്റ് കാണേണ്ട സിനിമയാണ്. കാരണം ഇപ്പോഴത്തെ ഡ്രഗ്സിന്റെ സംഭവങ്ങളാണ് ഇതിന്റെ അത് കാണിച്ചേക്കുന്നത്. അതിപ്പോ പെൺപിള്ളേരാണ് ആൺപിള്ളേരാണെങ്കിലും വഴി തെറ്റി പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതിനെ കുറിച്ച് എല്ലാവരും എടുത്ത് കാട്ടിയിട്ടുണ്ട്. നല്ലൊരു കണ്ടന്റ് ഉള്ള സിനിമയാണ്. റിയാസ് ഖാനെ കാണിച്ചപ്പോ നല്ല ചിരിയായിരുന്നു. അതെങ്ങനെയായിരുന്നു? അടിപൊളിയാണ്, കോമഡി അല്ലേ. ആള് സംസാരിച്ച് തുടങ്ങുമ്പോഴേ നല്ല രസമാണ് കാണാൻ, കണ്ടിട്ടിരിക്കാനും രസമാണ്. എന്തോ മനസ്സിലായില്ല. ടോണോ ഇപ്പൊ എനിക്കങ്ങനെ അങ്ങനെയൊന്നും പറയാറില്ല. ഫാമിലിക്ക് കാണണം. കോമഡി ഓവർ കോമഡി ഇല്ല, ആവശ്യത്തിനുള്ള കോമഡി, എല്ലാവർക്കും മനസ്സിന് കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു സിനിമയാണ്. പെർഫോമൻസ് കൊള്ളായിരുന്നു. സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ അവൻ ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റാണിത്. നല്ല രീതിക്ക് അഭിനയിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് അവൻ മുന്നോട്ട് മാറ്റിയെടുത്ത് കൊണ്ടുപോകും. അത്രയും എനിക്കിഷ്ടമായി സിനിമ. ഒന്നുകൂടി കാണണം എന്നുണ്ട്. എല്ലാവരുടെ അഭിപ്രായം എനിക്കറിയില്ല, എനിക്ക് ഒന്നുകൂടി കാണണം എന്ന് തോന്നുന്നുണ്ട്. കാരണം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. നാഷകർ തിരിച്ചു വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ എത്രയും നല്ല പടങ്ങൾ നാഷക ചെയ്തിട്ടുണ്ട്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നില്ല. പിന്നെ ഒരു ചെറിയൊരു മെസ്സേജ് ഉണ്ട് ഈ പടത്തിന്. മെസ്സേജ് മീൻസ് എന്താ പറയാ, ഈ പെൺകുട്ടികളൊക്കെ ഇപ്പൊ ഈ 20 വയസ്സ് 22 വയസ്സുള്ള പെൺകുട്ടികളൊക്കെ ഈ മയക്കുമരുന്ന് കാതന കൊക്കേനും ഇങ്ങനെ ഇതൊക്കെ കടത്തുന്ന ഒരു സംഭവമുണ്ട്. അതൊക്കെ നമ്മളെപ്പോഴും നമ്മൾ അവിടെ അറസ്റ്റ് ചെയ്ത് അവിടെ ഓടിച്ചിട്ട് പിടിച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറില്ലേ. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ സ്ക്രിപ്റ്റ് അത്യാവശ്യം ഫാമിലി ഓഡിയൻസിന് കുട്ടികളെയൊക്കെ കാണിക്കാം, അങ്ങനെ വഴിതെറ്റി പോവാതിരിക്കാം എന്നുള്ള ഒരു മെസ്സേജ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വ്യക്തമായിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അത്ര വലിയ സിനിമയൊന്നുമല്ല, എങ്കിലും ഒരു ചെറിയ ഒരു ഫാമിലി പടം. അത്യാവശ്യം കോമഡി ഉണ്ട്. പിന്നെ അർജുന അശോകൻ ഒക്കെ തരക്കേടില്ല, ജാഫർ ഇടിക്കാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ജോണി ചേട്ടൻ, അങ്ങനെ അത്യാവശ്യം തരക്കേടില്ലാത്ത ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് പടത്തിൽ. അർജുന അശോകന്റെ വേറൊരു ലുക്ക്, ഒരു പോലീസ് ഓഫീസറായിട്ട് വന്നിട്ട് നല്ല കസറി പോണ ഒരു സംഭവം. പിന്നെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വമ്പൻ പടമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും അത്യാവശ്യം നമുക്ക് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന. പിന്നെ നാദർഷൊക്കെ തരക്കേടില്ലാത്തൊരു ഡയറക്ടറാണല്ലോ. മറ്റുള്ള പടങ്ങളെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു സങ്കടമുണ്ട് ഈ പടം കണ്ടിട്ട്. വേറെ ഒന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ പോട്ടെ. ഓക്കെ, താങ്ക് യു. കണ്ടിരിക്കാൻ പറ്റിയ പടം. ഞങ്ങളെ കണ്ട മുഖത്തൊരു ചിരി ഉണ്ടല്ലോ, ചിരി ആ സിനിമ കണ്ട് കിട്ടിയതാണ്. അപ്പോൾ പിന്നെ നാദർഷയുടെ പടങ്ങളൊക്കെ അറിയാലോ, അത്യാവശ്യം പാട്ടും കാര്യങ്ങളും എൻഗേജ്ഡ് ആയിരിക്കും. 2015 മുതൽ അമരക്കാവന്നതിന് മുതൽ നമുക്കറിയാം ആളെങ്ങനെയാണ് അതിന്റെ പരിപാടി. അതേപോലെ തന്നെ ആളെ ലിസ്റ്റിൽ വേറെ ഹിറ്റ് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ജനങ്ങൾ സ്വീകരിക്കട്ടെ, പ്രൊഡ്യൂസർക്ക് നഷ്ടപ്പെടല്ലേ, ഇനിയും സിനിമകൾ ഉണ്ടാവട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിലൊരു പുതുമുഖ സംവിധായകനാണല്ലോ, പുതുമുഖ നടനാണല്ലോ ഇപ്പൊ ഇതിൽ വന്നിരിക്കുന്നത്. പുള്ളിയുടെ അഭിനയം എങ്ങനെയുണ്ട്? പുതുമുഖ ആളാണെന്ന് ഫീൽ ചെയ്യണില്ല. എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ പഴയ ഡയറക്ടർ ആയതുകൊണ്ട് ആള് അത്യാവശ്യം നന്നായിട്ട് ഇപ്പോ ആളെ പാട്ടുകളൊക്കെ നമുക്കറിയാലോ. പഴയ കാസറ്റുള്ള കാലം മുതൽ ഓഡിയൻസിനെ അറിയാം. സംവിധായകനല്ല, പുതിയ നടൻ, നായകൻ. അതിങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അത്രയും പഴയ ആളായതുകൊണ്ട് ഒരു ഓഡിയൻസിന് ഏത് രീതിയിലാണ് നമ്മളെ പ്രസന്റ് ചെയ്യുന്നുള്ള ഡയറക്ടർക്ക് അറിയുന്നതുകൊണ്ട് പുതിയ ഒരാളാന്ന് നമുക്ക് ഫീൽ ചെയ്യണില്ല. പിന്നെ ആക്ടിങ്ങും ആള് കഴിവുള്ള ഒരാളാണ്, നമുക്ക് കണ്ടല്ലോ. നമുക്ക് ഒരിക്കലും ഇതൊരു പുതിയ ഒരാളാണെന്ന് ഫീൽ ചെയ്യണില്ല. ചില പടങ്ങളൊക്കെ പോകുമ്പോൾ അയ്യോ അത്രയും പെർഫോമൻസ് വേണ്ടായിരുന്നില്ല, അങ്ങനെ അതൊരു കറക്റ്റ് ബാലൻസ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്. ആ ബാലൻസ് ആ സിനിമയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. എൻഗേജ്ഡ് ആണ്. അധികം ലാങ് കാര്യങ്ങളൊന്നും, നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ കളർഫുൾ പടം. നാദർഷയുടെ പോലെ നാദർഷയുടെ പ്രോഗ്രാം നമുക്കറിയാലോ, അതൊരു വൈബായിരിക്കും എന്നറിയാലോ. ആ വൈബ് പടത്തിൽ കിട്ടിയിട്ടുണ്ട്. ഏത് ടൈപ്പ് ജോണറാണ് മൂവി? ടൈപ്പ് ജോണർ എന്ന് പറയാം, എല്ലാ സംഭവങ്ങളും ഉണ്ട്. കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവം ഉണ്ട്, കോമഡി ഉണ്ട്. മൊത്തത്തിൽ നല്ലൊരു ജോണർ, ഫാമിലി ഓഡിയൻസിനൊക്കെ പറ്റുന്ന നല്ലൊരു പടം. ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ അതിന് ഈ മൂവി ഇടിച്ചു നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഈ പടത്തിന് ഇതിൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അത് എല്ലാ ജോണറിലും ഈ ഓരോ ജോണർ ഇപ്പൊ ഫൈറ്റ് ആയിട്ടുള്ള ടർബോ പോകുന്നുണ്ട്, കോമഡി ആയിട്ട് കുരേര അമ്പലനാടുകളിൽ പോകുന്നുണ്ട്. ഈ പടത്തിന് ഇതിൻ്റെതായിട്ടുള്ള സ്പേസ് ഉണ്ട്. ആ സ്പേസ് അവിടെ തന്നെ ഉണ്ടാവും. ഈ പടത്തിന്റെ ഓഡിയൻസ് എന്തായാലും ഈ പടം തന്നെ കാണുന്നത്. നാദർഷയുടെ പടം ആൾക്കാർക്ക് അറിയാം, അതെന്തായാലും ഒരു 150 വെള്ളത്തിലാവില്ല എന്നുള്ള അറിയാം. മിനിമം ഗ്യാരണ്ടിയാണ് അദ്ദേഹത്തിന്റെ പടങ്ങളൊക്കെ. അതേപോലെ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്.